നിങ്ങളുടെ ജിമെയിൽ, ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് എല്ലാം മറ്റൊരാൾ സൈലന്റ് ആയി കാണുന്നുണ്ടാകാം. സാധാരണ നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നും. ഇൻബോക്സ് ഉണ്ട്, അതുകൂടാതെ നമുക്ക് വരുന്ന മെയിൽസ് എവിടെയുണ്ട്, ഒന്നും പ്രോബ്ലംസ് ഇല്ല എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സെയിം അക്കൗണ്ട് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, OTP വന്നിട്ടില്ല, എന്തിനു പറയുന്നു ഗൂഗിൾ വാർണിംഗ് മെസ്സേജ് പോലും വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ അറിയാതെ ഇതൊക്കെ മറ്റൊരാൾ കാണുന്നുണ്ടാകാം. ഇന്നത്തെ വീഡിയോയിൽ ആരെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയും അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഹാക്കറെ നമ്മൾക്ക് പുറത്താക്കുകയും ഫ്യൂച്ചറിൽ അക്കൗണ്ട് സേഫ് ആക്കുകയും ചെയ്യുന്ന കംപ്ലീറ്റ് ഗൂഗിൾ സെക്യൂരിറ്റി ചെക്കപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ ഞാൻ പറയുന്ന അവസാനത്തെ 2 സെറ്റിംഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ് ചെയ്യുന്ന സെറ്റിംഗ്സ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഫുള്ളായി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനായി നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ഗൂഗിൾ പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഡാഷ്ബോർഡ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെയാണ് നിങ്ങളുടെ ജിമെയിൽ, യൂട്യൂബ്, ഫോട്ടോസ്, ഡ്രൈവ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നത് സെക്യൂരിറ്റി ഓപ്ഷനിലേക്കാണ്. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷയുടെ എല്ലാ സെറ്റിംഗ്സും കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് ചെക്ക് ചെയ്യാൻ പോകുന്നു. അതിനായി സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കുറച്ച് താഴെ വരിക. ഇവിടെ ഗൂഗിൾ പ്രോംപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചില മൊബൈലിൽ യുവർ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ശേഷം ഫിംഗർ പ്രിന്റോ പാസ്വേഡോ കൊടുത്ത് നിങ്ങൾ അതിനകത്തേക്ക് പ്രവേശിക്കുക. ഈ ഇന്റർഫേസിൽ ഏറ്റവും താഴെ മാനേജ് ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കാണാം. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ ലാപ്ടോപ്പ്, മറ്റേതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഡിവൈസ് ഇവിടെ ഉണ്ടോ എന്നാണ്. ഉദാഹരണത്തിന് അൺനോൺ ഫോൺ, അൺനോൺ ലാപ്ടോപ്പ്, മറ്റൊരു സിറ്റി ലൊക്കേഷൻ, ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് ഡേഞ്ചർ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമില്ലാത്ത ഒരു ഡിവൈസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഡിവൈസിന്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ പാസ്വേഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷനിൽ സൈൻ ഔട്ട് ഒന്നുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന മെസ്സേജ് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ ഡിവൈസ് ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പുറത്താകും. അതായത് ആ ഡിവൈസിന് ഇനി നിങ്ങളുടെ ജിമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പലരും കരുതുന്ന ഒരു വലിയ തെറ്റുണ്ട്. മാനേജ് ഡിവൈസിൽ അൺനോൺ ഡിവൈസ് കാണുന്നില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സേഫ് ആണെന്ന്. പക്ഷേ അത് ഇപ്പോഴും ശരിയല്ല. കാരണം ചിലപ്പോൾ ലോഗിൻ അറ്റംപ്റ്റ് ഫൈൽഡ് ആയിരിക്കും. അത് ഡിവൈസ് ലിസ്റ്റ് കാണിക്കില്ല. അതുകൊണ്ട് അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റീസെന്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റിയാണ്. അതിനായി നിങ്ങൾ ബാക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ കാണാം റീസെന്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റി എന്നുള്ളത്. അതിൻ്റെ മുകളിൽ തന്നെ യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നടന്ന റീസെന്റ് ആക്ടിവിറ്റി എല്ലാം ഇവിടെ കാണിക്കും. ഉദാഹരണത്തിന് സൈൻ ഇൻ അറ്റംപ്റ്റ്, ലൊക്കേഷൻ, ഡിവൈസ് ടൈപ്പ്. ഇപ്പോൾ ഇവിടെ എൻ്റെ റീസെന്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റിയിൽ ഇവിടെ ആക്ടിവിറ്റി ഒന്നുമില്ല, നോ ആക്ടിവിറ്റി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ ഇവിടെ അത് വ്യക്തമായിട്ട് കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ സെക്യൂർ അക്കൗണ്ട് പ്രസ് ചെയ്യുക. ഗൂഗിൾ ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യും. ഇപ്പോൾ പലരും അറിയാത്ത മറ്റൊരു ഡേഞ്ചറസ് സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി നിങ്ങൾ ബാക്ക് പോവുക. ശേഷം സ്ക്രോൾ ചെയ്ത് നിങ്ങൾ ഏറ്റവും താഴെ പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ കണക്ഷൻ ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ആപ്പ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ജിമെയിൽ, വെബ്സൈറ്റ്, റാൻഡം ആപ്പ്, ഇവയിൽ ചിലത് നിങ്ങളുടെ ജിമെയിൽ ഡാറ്റ ആക്സസ് ചെയ്യാം. ഇതിൽ മൊത്തത്തിലുള്ള ആപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി താഴെയുള്ള സീ ഓൾ കണക്ഷൻ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതോ പരിചയമില്ലാത്തതോ ആയ ആപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യുക. കാരണം ചില ആപ്പുകൾക്ക് നിങ്ങളുടെ ഇമെയിൽ, കോൺടാക്റ്റ്, ഡാറ്റ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയും. അതിനായി നിങ്ങൾക്ക് ഇതിൽ പരിചയമില്ലാത്ത ആപ്പ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ കാണാം. നിങ്ങൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
പിന്നീട് വരുന്ന ഇന്റർഫേസിൽ കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ബാക്ക് പോവുക. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്യൂരിറ്റി ഫീച്ചറാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൺ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത് ഇനേബിൾ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ പാസ്വേഡ് മാത്രം മതിയാകില്ല. ആരെങ്കിലും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഗൂഗിൾ ചോദിക്കും ആർ യു ട്രൈയിങ് ടു സൈൻ ഇൻ. ഇനി നിങ്ങൾക്കറിയാത്ത ഡിവൈസിൽ നിന്ന് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ നോ പ്രസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഗൂഗിൾ അത് ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്യും. ഇത് ഇനേബിൾ ചെയ്താൽ അക്കൗണ്ട് ഹാക്കിംഗ് ചെയ്യുന്നത് വളരെ കുറയും. ഇപ്പോൾ തന്നെ മാനേജ് ഡിവൈസ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അൺനോൺ ഡിവൈസ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് 100% ക്ലീൻ ആണോ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാത്ത ഡിവൈസ് കണ്ടാൽ അതും നിങ്ങൾ കമന്റിൽ പറയൂ. മറ്റുള്ളവർക്കും ഇത് അറിയാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.